നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരും ഒപ്പം തന്നെ അണിയറ പ്രവർത്തകരും അണികളുമൊക്കെ വളരെ ഊർജ്ജസ്വലരായി ഒപ്പം തന്നെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഒരു പുതിയ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു പുതിയ സർക്കാരിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണോ എന്നൊക്കെ തോന്നുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാമല്ലോ, LDF സർക്കാർ 3.0, അതായത് മൂന്നാമതും അധികാരത്തിലെത്തുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. UDF വീണ്ടും ഒരു തിരികെ വരവിനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇതിനൊന്നുമല്ലാതെ NDA ഉണ്ട്. NDA അധികാരം തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ, കൊല്ലം നിയോജക മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ കൊല്ലത്തിന്റെ സാധ്യതകൾ എന്ന് പറയപ്പെടുന്നത് നമുക്ക് കുറച്ചൊന്ന് പരിശോധിച്ചാൽ അവിടെയുള്ള ഒരു സാധ്യത ഒന്ന് പറയാമോ? എങ്ങനെയായിരിക്കും സാദിഖ് സാർ അതിനെ നോക്കിക്കാണുന്നത്? കൊല്ലം ജില്ല CPM-ന്റെ 14 ജില്ലകളിലെ ഏറ്റവും ശക്തമായ ഒരു ജില്ലയായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറെ നാളുകളായി CPM-ന്റെ കോട്ടയായി തന്നെ നിൽക്കുന്ന ഒരു ജില്ലയായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ആ കോട്ട ഇത്തവണ കോട്ട പൊളിയും, ഒരു സംശയമില്ല. അതിന്റെ തകർച്ച കഴിഞ്ഞ ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ പകുതിയോളം തകർന്നു. കൊല്ലം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചെടുത്ത്. ഒരുപാട് പഞ്ചായത്തുകളും അതേപോലെ പിന്നെ തിരിച്ചു പിടിച്ച ഒരവസ്ഥയുണ്ടായി. ആ പതനത്തിന് ഘടകങ്ങളായി വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ടത് കശുവണ്ടി മേഖലയിലെ തകർച്ചയും ഒക്കെ അതിനകത്ത് ഒരു വലിയ ഘടകമായിട്ടുണ്ട്. ജില്ലയിൽ 11 നിയോജക മണ്ഡലങ്ങൾ ഉള്ളതിലെ കൊല്ലം നിയോജക മണ്ഡലം ഈ പറഞ്ഞ കശുവണ്ടി കോർപ്പറേഷന്റെ അധ്യക്ഷനാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ നടൻ മുകേഷിനെ കുറിച്ചുള്ള ധാരാളം ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് കേവലം 2072 വോട്ടിന്റെ മാത്രം പിൻബലത്തിലാണ്. അവിടെയാണ് ജയമോഹൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ വ്യക്തി മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ കേരളം മുഴുവൻ അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയും വ്യക്തിയുമാണ്. വനിതയാണ്, മഹിളാ കോൺഗ്രസിന്റെ പഴയ അധ്യക്ഷയാണ്. ഈ ഘടകങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ്. ഒപ്പം 2-3 മത്സരങ്ങളിൽ മത്സരിച്ചുവെങ്കിലും ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ചെറിയ ഒരു സോഫ്റ്റ് കോർണർ അവരോട് എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതെല്ലാം അവർക്ക് അനുകൂലമായി വരും. അപ്പൊ അത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഈ മറ്റ് ജില്ലകളിലേക്കുള്ള പര്യടനങ്ങളൊക്കെ പരമാവധി കുറച്ച് പൂർണ്ണ സമയവും കൊല്ലം ജില്ലയിലെ നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുമായി നിരന്തരം വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഘടകങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ നല്ല ഒരു വിജയം, ഒരു നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയുള്ള ഒരു വിജയം ബിന്ദു കൃഷ്ണയ്ക്ക് രാഷ്ട്രീയപരമായി മാത്രമല്ല എല്ലാ ഘടകങ്ങളും അനുകൂലമായതുകൊണ്ട് അത് നമ്മൾക്ക് നിസ്സംശയം പറയാവുന്ന ഒരു സീറ്റാണ് കൊല്ലം ജില്ല. കൊല്ലം എന്ന് പറയുന്ന ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി. അതെ. അപ്പോൾ ആ 11 മണ്ഡലങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ കരുനാപ്പള്ളി, ചവറ, കുന്നത്തൂര്, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂര്, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ. ഇത്രയും മണ്ഡലങ്ങളിലും ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും LDF ആയിരുന്നു 2021 സാധ്യതകൾ ഉണ്ടാക്കിയെടുത്തതും അവർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അനേകം സീറ്റുകളിൽ 9-2 ഇതായിരുന്നല്ലോ അവിടുത്തെ ഒരു ഫോർമേഷൻ എന്നുള്ളത്. അത് ഇനി ഇവിടേക്ക് വരുമ്പോൾ 2026 തുടക്കകാലത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപനം വന്ന സമയത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടായി ഡിസംബർ മാസത്തിൽ, അല്ലേ? തീർച്ചയായും വലിയ തിരിച്ചടികൾ. കൊല്ലമൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഈ CPM-ന്റെ കോട്ടകൊത്തളങ്ങൾ എന്ന് പറയപ്പെടുന്നത് കൊല്ലവും കണ്ണൂരും ഒക്കെ ആയിരുന്നു. ആ കോട്ടകൊത്തളങ്ങളിൽ ഇളക്കം തട്ടുന്ന ഒരു പരിപാടി ഈ 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. അവിടെ വലിയ മേൽക്കൈ UDF-ന് നേടാൻ കഴിഞ്ഞു. അത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്രാവശ്യം എത്ര സീറ്റുകൾ, ഈ 11 സീറ്റുകളിൽ എത്ര എണ്ണം കൊല്ലത്ത് നിന്ന് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്? ഒരു സത്യസന്ധമായ ഒരു വിലയിരുത്തലിൽ അതിനകത്ത് രാഷ്ട്രീയമായ അമിതമായ പ്രാധാന്യമൊന്നും കൊടുക്കാതെ പോയാൽ പോലും 7-4 എന്ന് നമ്മൾക്ക് പറയാം. 7 UDF-ഉം 4 LDF-ഉം എന്നുള്ള ഒരു നിലയിലേക്ക് വരാം. കാരണം ഈ പകുതി എന്ന് പറയുമ്പോൾ 11-ൽ 5.5 എന്ന് പറയാൻ പറ്റില്ല. 6 ആയാൽ പോലും പകുതിയാകും. അതിനേക്കാൾ അല്പം കൂടി നില കൊല്ലത്ത് മെച്ചപ്പെടുത്തി വരും. അതുകൊണ്ടാണ് 7-4 എന്നുള്ള ഒരു നിലയിൽ വരും എന്ന് പറയുന്നത്. അതിൽ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉറപ്പുള്ള രണ്ടാമത്തെ സീറ്റാണ് കൊല്ലത്തിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന കുണ്ടറ. ആ കുണ്ടറയിൽ നിലവിലെ MLA തന്നെ വിഷ്ണുനാഥാണ്. കേരളം മുഴുവൻ പരിചിതമായ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായ അദ്ദേഹം കഴിഞ്ഞ തവണ
വലിയ ഭൂരിപക്ഷത്തിലാണ്, 30,000-നടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതിലെ വളരെ രസകരമായ ഒരു സംഗതി ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്, കുണ്ട്രയിലെ 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ചർച്ചയിൽ BJP-യുടെ വോട്ട് കൊണ്ടാണ് ശ്രീ വിഷ്ണുനാഥ് ജയിച്ചതെന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി സജികുമാർ, അവരുടെ ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പൊ അതിന് നല്ല മറുപടി അദ്ദേഹം കൊടുത്തു. അതിന് മറുപടി കാരണമായിട്ട് പറഞ്ഞത് BJP-ക്ക് 20,000 വോട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ തവണ 6,000 കുറഞ്ഞു, അപ്പൊ 14,000 BJP വോട്ട് വിഷ്ണുനാഥിന് കിട്ടി എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ശ്രീ വിഷ്ണുനാഥ് അതിന് മറുപടി കൊടുത്തു, മെഴ്സിക്കുട്ടി അമ്മയുടെ 16,000 വോട്ട് കുറഞ്ഞു, ആ വോട്ട് അങ്ങോട്ട് പോയി. അപ്പം BJP-യുടെ വോട്ട് കൊണ്ടാണ് വിഷ്ണുനാഥ് ജയിച്ചതെങ്കിൽ ഈ BJP-യുടെ 14,000 കിട്ടിയെങ്കിൽ 16,000 വോട്ട് ഈ മെഴ്സിക്കുട്ടിയുടേത് പോയത് എങ്ങോട്ട് പോയി? അതിന് പാർട്ടിയിൽ ഒരുപാട് നേതാക്കന്മാർക്കെതിരെ അച്ചടക്ക നടപടി വരെ അവിടെ ഉണ്ടായി. അപ്പൊ ഈ ചർച്ചകളിലൊക്കെ എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ, എല്ലാ സൈഡും ആലോചിക്കാതെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബൂമാറാങ് പോലെ അത് തിരിച്ചു വരും. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന എന്താ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞാൽ ആ പാർട്ടി, ആ കിട്ടിയ വോട്ട് മൊത്തം പാർട്ടി വോട്ടാണ്, ആ പാർട്ടി നേരെ ഇപ്പുറത്തെ പാർട്ടിയിൽ ചേർന്നു എന്നാണോ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ EMS-ന് കിട്ടിയ സീറ്റും വോട്ടും ഒന്നും പിന്നെ വന്നപ്പോ കിട്ടാഞ്ഞ എന്താ? അതൊക്കെ ബാലിശമാണ്, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പറയാൻ പറ്റില്ല. അപ്പോ കുണ്ടറ ഉറപ്പിച്ചു, കുണ്ട്ര ഉറപ്പിച്ചു. അപ്പൊ 2 സീറ്റായി. മൂന്നാമത്തേത് നമ്മുടെ കരുനാഗപ്പള്ളി CR മഹേഷ് ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിയ മാർജിനിൽ പരാജയപ്പെട്ടു 2016. അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ അടിയുറച്ചു നിന്നു. 2021 ഏറ്റവും നല്ല ഒരു വിജയം നേടിയ വ്യക്തിയാണ് ശ്രീ മഹേഷ്. അദ്ദേഹം വെറും ഒരു MLA എന്നതിലുപരി കലാകാരനാണ്. ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും MLA ആയി നിൽക്കുമ്പോഴും അതിനു മുമ്പും സർവ സ്വീകാര്യനാണ് അദ്ദേഹം. ആ പിന്നെ കരുനാഗപ്പള്ളിയും തീർച്ചയായിട്ടും UDF-ന് അനുകൂലമാണ്. അപ്പോൾ ഏതാണ്ട് 3 സീറ്റായി. തൊട്ടടുത്തത് അല്ല, നമുക്ക് ആ ഇങ്ങനെ ചവറ. അതായത് കരുനാഗപ്പള്ളിക്കും കൊല്ലത്തിനും ഇടയിൽ കിടക്കുന്ന മണ്ഡലമാണ് ചവറ. ആ ചവറയിൽ കഴിഞ്ഞ തവണ സുജിത് വിജയൻ പിള്ളയാണ് ജയിച്ചത്. അദ്ദേഹം 2 തവണ ജയിക്കുന്നു. ശ്രീ ഷിബു ബേബി ജോൺ എന്ന് മാത്രം കേട്ടാൽ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ എത്രയോ വർഷങ്ങൾ തുടർച്ചയായി ചവറയിൽ നിന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച വ്യക്തിയാണ്, മന്ത്രിയാണ്. കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണനുള്ള, ചവറയിൽ ബേബി ജോൺ. ആ ഷിബു ബേബി ജോണ് ഇത്തവണ അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും അനുകൂലമായിട്ട് അദ്ദേഹത്തിന് ഉണ്ട്. അത് കേരളത്തിൽ മൊത്തത്തിൽ വരുന്ന രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾ മാത്രമല്ല, ഈ കഴിഞ്ഞ പരാജയത്തിന് ശേഷവും അദ്ദേഹം മണ്ഡലത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയാണ്. UDF-ലെ എല്ലാവർക്കും സ്വീകാര്യമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ വരെ തിരിച്ചുപിടിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒന്നടങ്കം ഇത്തവണ ഒരു UDF അനുകൂല സാധ്യതയുണ്ട്. PM ശ്രീയിലൊക്കെ ഇടതുപക്ഷം എടുത്ത നിലപാടുകളൊക്കെ അവിടെ വോട്ടായി UDF-ന് അനുകൂലമായിട്ട് വരും. അതുകൊണ്ട് ചവറയും UDF-ന് കിട്ടുന്ന ഒരു സീറ്റായിട്ട് മാറുകയാണ്. വീണ്ടും വരുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഒരുപക്ഷെ കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു മത്സരം അവിടെയാണ്. കാരണം ശ്രീമതി ഐഷ പോറ്റി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ആദ്യത്തെ വിസ്മയം നമ്പർ 1 ആയിരുന്നു ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശം. പക്ഷെ അത് കോൺഗ്രസിൽ വന്നുവെങ്കിലും എത്രയോ നാളുകൾക്ക് മുമ്പേ അവർ കോൺഗ്രസിലേക്ക് വന്നേക്കും എന്നുള്ള ഒരു ചർച്ച നമ്മുടെ പൊതുസമൂഹത്തിൽ വന്നു. കാരണം 2 പ്രാവശ്യം ജയിച്ച അവരെ ആ പാർട്ടി ഏത് രീതിയിലാണ് പരിഗണിച്ചതെന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് അവരെ സെൻഷർ ചെയ്യുകയും ശാസിക്കുകയും തരം താഴ്ത്തുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾക്കറിയാം. ആ പാർട്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റിയും പിന്നെ ഒരു ഉമേഷ് ഉണ്ടായിരുന്നു, അത് മറ്റൊരു കുന്നത്തുനാടാണെന്ന് തോന്നുന്നു. ഈ 2 പേരെ അന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് പാർട്ടി നടപടിയെടുത്തു. ഉമേഷ് ചള്ളി. ഈ 2 പേരെ
അത് പാർട്ടി അച്ചടക്ക നടപടി എടുത്തതാണ്. ഐഷ പോറ്റി എന്ന വ്യക്തി CPM-ലായിരിക്കുമ്പോൾ പോലും മറ്റു പാർട്ടികൾക്കും എല്ലാ പേർക്കും സ്വീകാര്യമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. പിന്നീട് അവരെ തഴഞ്ഞതും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരെ പാർട്ടി അവഗണിച്ചതുമൊക്കെ ആളുകളുടെ ഇടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രീ ബാലഗോപാൽ എന്ന മന്ത്രി, അദ്ദേഹത്തിന്റെ മന്ത്രി എന്നുള്ള നിലയിലുള്ള പെർഫോമൻസ് ഒന്നും അവിടെ വലുതായി കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിന് എടുത്തു കാണിക്കാനായിട്ടൊന്നും ഇല്ല എന്നുള്ള ഒരു വിഷയവുമുണ്ട്. ഒപ്പം സാംസ്കാരികമായി ഈ എതിർ പാർട്ടിക്കാരെ മുഴുവൻ ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രിയുടെ പദപ്രയോഗങ്ങളും ധാർഷ്ട്യവും ഒക്കെ അദ്ദേഹത്തിനെയും ബാധിക്കും. കാരണം മന്ത്രിസഭയിലെ ഒരു വ്യക്തിയാണ്. അത് എല്ലാം നെഗറ്റീവായിട്ട് അദ്ദേഹത്തിന് വരും. അങ്ങനെ ഐഷ പോറ്റി കൊട്ടാരക്കരയും UDF-ന് കൃത്യമായി കിട്ടുന്ന ഒരു സീറ്റാണ്. വീണ്ടും കൊട്ടാരക്കരയേക്കാൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന തൊട്ടടുത്ത മണ്ഡലമാണ് പത്തനാപുരം. പത്തനാപുരത്തെ സ്ഥാനാർത്ഥിക്ക് ഇലക്ഷന്റെ തുടക്കത്തിൽ തന്നെ സ്വന്തം ഭാര്യ ആ വ്യക്തിയെ തള്ളിപ്പറഞ്ഞതും അദ്ദേഹത്തിന്റെ മുൻകാല സ്വഭാവം ഇപ്പോഴും മന്ത്രിയായി ഇരിക്കുമ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ളതും, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും അദ്ദേഹം പുറത്തായത് എങ്ങനെയാണോ അതിനേക്കാൾ ഗുരുതരമായ വിഷയത്തിലാണ് സ്വന്തം ഭാര്യ തന്നെ അദ്ദേഹത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിലാക്കിയത്. അന്ന് കുടുംബ പ്രശ്നമാണെങ്കിലും ഉമ്മൻചാണ്ടി സംരക്ഷിക്കരുതെന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഒരക്ഷരം ഈ വ്യക്തിയുടെ കാര്യത്തിൽ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് കേവലം ഒരു കുടുംബ വഴക്ക് എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി മന്ത്രി പറഞ്ഞ എന്താ, ഒന്നും രണ്ടുമല്ല 5000 പ്രണയങ്ങളാണ് എനിക്കുള്ളതെന്ന്. KSRTCക്ക് ആകെ 3000 ബസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് സ്വന്തം വകുപ്പിലുള്ള ബസിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ പ്രണയമുണ്ടെന്നാണ്. ട്രോൾ ചെയ്തൊക്കെ നമ്മൾ കണ്ടല്ലോ ശ്രീ ഗോപകുമാർ. അദ്ദേഹം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി ആളായതുകൊണ്ട് അദ്ദേഹം വീട്ടിന്റെ മുമ്പിൽ ട്രാഫിക് സിഗ്നൽ വെച്ചിട്ടുണ്ടെന്നാണ് ട്രോൾ ചെയ്തത്. എന്ന് വെച്ചാൽ ഈ 5000 പേരും കൂടെ വരുമ്പോ ട്രാഫിക് ജാം ആവുമല്ലോ എന്ന് ആലോചിച്ചു. എന്നിട്ട് ആ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കോൺട്രാക്ട്, ആ കോൺട്രാക്ട് നിയമാനുസൃതമല്ല എന്നുള്ളത് കൊണ്ട് അത് നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താലാണ് ഒത്തുതീർപ്പായി ആ വിഷയം പോയത്. ആ വിഷയം അങ്ങനെ പോയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോയില്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണ സമയം, മറ്റേത് അദ്ദേഹത്തെ നമ്മൾക്ക് എല്ലാ ദിവസവും ഈ ചാനലിൽ ലൈവായി കാണാമായിരുന്നു, അതുപോലും അദ്ദേഹം ഒഴിവാക്കി. പലപ്പോഴും സൂമിലൊക്കെ മാത്രം വന്നുകൊണ്ട് പത്രാപുരത്ത് തന്നെ ജനങ്ങൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഒരു സംശയവും വേണ്ട, അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും. അപ്പോൾ കൊല്ലം ജില്ലയിലെ സ്ത്രീവിരുദ്ധ 2 MLA-മാരും അടുത്ത നിയമസഭയിൽ കാണില്ല എന്നുള്ള വലിയ ഒരു പ്രതീക്ഷ. കൊല്ലം ജില്ലയുടെ പേര് ദോഷം മാറിക്കിട്ടും ഇദ്ദേഹവും കൂടെ പരാജയപ്പെടും. അപ്പോൾ ആ പത്തനാപുരവും ഉറപ്പാണ്. പിന്നീട് വരുന്ന മണ്ഡലം ഏതായിരിക്കാം? നിലമേൽ, പിന്നെ ചടയമംഗലത്ത് നിലവിലുള്ള നമ്മളുടെ CPI-യുടെ മന്ത്രി ചിഞ്ചു റാണി തന്നെയാണ് മത്സരിക്കുന്നത്. CPI-യിൽ നിന്നും കൊല്ലത്ത് വീണ്ടും മത്സരിക്കുന്നത് ചിഞ്ചു റാണി മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളവരൊക്കെ സ്ഥാനാർത്ഥികൾ മാറി എന്നുള്ളതാണ്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വലിയ പ്രശസ്തിയോ നിയോജകമണ്ഡലത്തിൽ വലിയ നേട്ടങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞതായി തോന്നുന്നില്ല. അവിടെ ഒരു തുല്യ സാധ്യതയാണ് അവിടെ നമ്മൾ കാണുന്നത്. ശ്രീ MM നസീർ കഴിഞ്ഞ തവണ മത്സരിച്ച ആളാണ്, UDF ആണ്, KPCC-യുടെ ജനറൽ സെക്രട്ടറി ആണ്. അങ്ങനെയുള്ള പരിഗണനകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ ഏകദേശം 7 മണ്ഡലങ്ങളായി. അതിനകത്ത് 6 മണ്ഡലങ്ങളിൽ UDF-ഉം 1 മണ്ഡലം 50-50 ആയിട്ടാണ്. ഇനിയുള്ള ബാക്കിയുള്ള മണ്ഡലങ്ങൾ പുനലൂർ, പിന്നെ ഇരവിപുരമുണ്ട്, അതെ, ചാത്തന്നൂരുണ്ട്, കുന്നത്തൂരുണ്ട്. ഇതിന് കുന്നത്തൂരിലേക്ക് വരാം. കുന്നത്തൂർ 2 കോവൂർ, പേരിൽ തന്നെ കോവൂർ ഉള്ള സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന് കോവൂർ കുഞ്ഞുമോൻ,
4 തവണയായി അദ്ദേഹം ജയിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. അദ്ദേഹം CPM അല്ല, പഴയ RSP ആണ്. RSP ഒരു ബോൾഷെവിക് വിഭാഗം, ബോൾഷെവിക്കാണ്, ഒറ്റയാളാണ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ വളർന്നോ ലെനിനിസ്റ്റ് ആണോ അങ്ങനെ എന്തൊരു സംവിധാനം ബോൾഷെവിക്കാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം ഒറ്റയാളാണ്. അതിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പാർട്ടിക്കകത്ത് തന്നെ അതിനകത്ത് തന്നെ പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ കേരള രാഷ്ട്രീയം എന്താണെന്നുള്ളതിന് നല്ല ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ തവണയും വലിയ സാധ്യത കുറവാണ്. കോവൂരിന് സാധ്യത കുറവാണ്. UDF-നാണ് സാധ്യത. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരവിപുരം ചാത്തന്നൂർ പോലുള്ള ഇരവിപുരത്ത് നിലവിൽ CPM-ന്റെ MLA മത്സരിക്കുന്ന ഒരു സീറ്റാണ് ശ്രീ നൌഷാദ് മത്സരിക്കുന്നത്. അവിടെ RSPക്കാണ് UDF-ന്റെ സീറ്റ്. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ട് എങ്കിലും ശ്രീ വിഷ്ണു മോഹൻ, അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ മുൻകാല ജനങ്ങൾക്ക് അത്രയും സുപരിചിതനാണോ എന്നൊന്നും ചോദിച്ചാൽ അല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല എന്നുള്ളതും പ്രചരണ രംഗത്ത് അദ്ദേഹം വളരെ മുന്നിലാണ് എന്നൊക്കെയാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതും നമ്മൾക്കൊരു 50-50 എന്നുള്ള ഒരു നിലയിൽ നമ്മൾക്ക് നിർത്താൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇരവിപുരം എന്ന് പറയപ്പെടുന്നത്. അവിടുത്തെ സാധ്യതകളും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നീടുള്ള ഒന്ന് പുനലൂരുണ്ട്. പുനലൂര് അവിടെ ഘടകകക്ഷി മുസ്ലിം ലീഗിനാണ് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. CPI ആണ് അവിടെ എതിർ സ്ഥാനാർത്ഥി. അവിടെ വർഷങ്ങളായി CPIക്ക് ഒരു വേരോട്ടമുള്ള ഒരു മേഖലയാണ്. അവിടെ നമ്മൾക്ക് ഒരു തീർച്ച ഒന്നും പറയാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ്. പൊതുവായിട്ട് വരുന്ന ട്രെൻഡിനകത്ത് കടന്നു വരാൻ പറ്റുമെങ്കിൽ വരാം എന്നല്ലാതെ UDF-ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം അല്ല പുനലൂർ. ഇനിയുള്ളത് ചാത്തന്നൂർ. കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം ജില്ലയിൽ BJP 2ാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് ശ്രീ സൂരജ് രവി, പഴയ തോപ്പിൽ രവി MLA-യുടെ മകനാണ്. ചെറുപ്പക്കാരനാണ്. DCC-യുടെയും KPCC-യുടെയും ഒക്കെ ഭാരവാഹിയാണ്. CPI-യുടെ 2 പ്രാവശ്യത്തെ MLA ജയപാൽ അല്ലേ, അദ്ദേഹം ആണ് മാറിയിട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ 50-50 മാത്രമേ ഞാൻ അവിടെ കാണുന്നു. അപ്പോൾ 7-4 എന്നുള്ള ആ 4-ൽ തന്നെ ഈ പറയുന്ന ചാത്തന്നൂർ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോ 8 സീറ്റ് വരെ കിട്ടിയേക്കാം. 8 വരെ കിട്ടിയ 3 സീറ്റുകളായിരിക്കും LDF-ന് കിട്ടാനുള്ള സാധ്യത എന്നാണ് താങ്കൾ പറയുന്നത്. 3. ശരി. കൊല്ലം, കുണ്ടറ, കരുനാഗപ്പള്ളി, ചവറ, കൊട്ടാരക്കര, പത്തനാപുരം, മറ്റൊന്ന് ചാത്തന്നൂർ. ഇത്തരം മണ്ഡലങ്ങളിലാണ് UDF-ന്റെ സാധ്യതകൾ തള്ളിക്കളയാതെ താങ്കൾ പറയുന്നത്. ഇതിനകത്ത് കൊല്ലം തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ഒരു മാറ്റം അവിടെ പ്രതീക്ഷിക്കാം. കാരണം ഒരു സഹതാപ തരംഗം, ഒപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടൊരു മാറ്റവും ഒക്കെ പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് കൊല്ലം എന്ന് പറയപ്പെടുന്നത്. ബിന്ദു കൃഷ്ണയുടെ സാധ്യതയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന് കുണ്ടറയാണ്. നിലവിലെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ നിലവിലെ MLA-യുമായിട്ടുള്ള PC വിഷ്ണുനാഥിന്റെ സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല. ജനകീയനായി മാറിയിട്ടുണ്ട്. കുണ്ടറയോടൊപ്പം ചേർന്ന് നിന്ന് പോകാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ കുണ്ടറയും കൊല്ലവും ഒക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് അവർക്കത് നേട്ടമുണ്ടാക്കിയേക്കാം. കരുനാഗപ്പള്ളി ECR മഹേഷിന് സ്വന്തം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാദം അവിടെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒന്ന് ചവറയാണ്. ചവറയിൽ ഷിബു ബേബി ജോണിന്റെ സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ 1-2 പ്രാവശ്യം പരാജിതനായതിനു ശേഷമുള്ള മടങ്ങി വരവാണ്. അത് എത്രത്തോളം ഗുണകരമാകും UDF-ന് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. താങ്കൾ സാദിഖ് സാർ പറഞ്ഞ പോലെ ചിലപ്പോൾ അതിന്റെ സാധ്യതകളെ തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. കൊട്ടാരക്കരയിൽ വലിയ അംഗം തന്നെയാണ് നടക്കുന്നത്. അവിടെ ഐഷ പറ്റിയതിന്റെ സാധ്യതകൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതൊക്കെ അത് തന്നെയാണ്. മറ്റൊന്ന് പത്തനാപുരമാണ്. പത്തനാപുരത്തിന് ചിലപ്പോൾ ഒരു വലിയ തിരിച്ചടി പ്രാവശ്യം KB ഗണേഷ് കുമാർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം KB ഗണേഷ് കുമാർ കാട്ടിക്കൂട്ടിയിട്ടുള്ള വിക്രിയകളൊക്കെ ജനത്തിന് തിരിച്ചറിയേണ്ടി വരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ജനത്തെ മണ്ടന്മാരാണ് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ചിന്താഗതിയിലേക്ക് പലപ്പോഴും KB ഗണേഷ് കുമാർ തരം താഴ്ത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി, അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള റിയാക്ഷൻ അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ചിലപ്പോൾ പത്തനാപുരവും ഈ പറയുന്ന പോലെ UDF-ന് താങ്കൾ പറഞ്ഞ പോലെ ലഭിച്ചേക്കാം. പിന്നെയുള്ളത് ചടയമംഗലമാണ്. ചടയമംഗലം, കുന്നത്തൂർ, ഇരവിപുരം, പുനലൂർ അടക്കമുള്ള അവിടങ്ങളിൽ
LDF സാധ്യതകൾ വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും മണ്ഡലങ്ങളിലെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം തന്നെ ചാത്തന്നൂർ എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു 50-50 ചാൻസിനപ്പുറം ഒരു 60-40 ചാൻസിലേക്ക് എത്തപ്പെടുന്നു. സാധ്യത കൂടുതൽ UDF-നാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ കൂടിയും അവിടത്തെയും സാധ്യതകളെ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇത്രയും മണ്ഡലങ്ങൾ താങ്കൾ 8-ലും 3-ലും നിൽക്കുമ്പോഴും ഞാൻ ഇവിടുത്തെ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കരുനാഗപ്പള്ളിയും ഒപ്പം തന്നെ കുണ്ടറയും ചവറയും കൊട്ടാരക്കരയും പത്തനാപുരവും ഒഴിച്ചാൽ മറ്റൊരു മണ്ഡലത്തിലും ഈ പറയുന്ന പോലുള്ള ഒരു സാന്നിധ്യം ഉണ്ടാകാൻ കഴിയുമോ? കൊല്ലം തീർച്ചയായിട്ടും കൊല്ലം ഇത്രയുള്ള മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എത്താൻ കഴിയുമോ? കാരണം കൊല്ലത്തുണ്ടാകും, കുണ്ടറയിൽ, കരുനാഗപ്പള്ളിയിൽ, ചവറയിൽ, കൊട്ടാരക്കരയിൽ, പത്തനാപുരത്ത് ഈ ഏകദേശം 6 മണ്ഡലങ്ങൾ. ഈ ഞാൻ പറഞ്ഞു വെക്കുന്നത് 11 മണ്ഡലങ്ങൾ എന്നുള്ളത് UDF-ന് ഒരു 6-ഉം LDF-ന്റെ 5-ഉം ഈ സാധ്യതകളായിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത്. കുന്നത്തൂരിലെ മത്സരം വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. കുന്നത്തൂരിൽ ഈ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ കുന്നത്തൂരിൽ അവിടെ നമ്മളെ ഈ കോവൂർ കുഞ്ഞുവിന്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോൾ അവരുടെ പാർട്ടിയിൽക്കകത്ത് തന്നെ വലിയ പടലപ്പണക്കങ്ങളും ഒപ്പം തന്നെ ഇദ്ദേഹത്തിനെ പുറത്താക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രക്രിയയൊക്കെ അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ കുന്നത്തൂരിന്റെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഉല്ലാസ് കോവൂരിന്റെ സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതും ശരി തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ 7-4 എന്ന് പറയുന്നത് സ്വല്പം പെർസെന്റേജ് ചാത്തന്നൂരി അതുകൊണ്ട് 8-3 പറയുന്നു. പക്ഷെ 7-4 നമുക്ക് അത് നിർത്തേണ്ടി വരും.